പ്രകൃതി ദുരന്തങ്ങളും സാമ്പത്തിക മാന്ദ്യവും പിടിമുറുക്കിയ അമേരിക്കയെ ഇനി അമേരിക്കക്കാർക്ക് പോലും വേണ്ടാതായിരിക്കുന്നു. ഇതാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്നതിന്റെ തിരിച്ചടി ഉറപ്പായിരിക്കും എന്ന കാര്യം. അഹങ്കാരം മൂത്ത് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? സ്വാർത്ഥ ലാഭത്തിന് പല മനുഷ്യരെയും ബലിയാടാക്കിയില്ലേ? പ്രളയമായും കാട്ടുതീയായും കൊടുങ്കാറ്റുമായൊക്കെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചു. ഇപ്പോഴിതാ ലോകത്തിലെ മനുഷ്യരെ മുഴുവൻ ആകർഷിച്ച ആ ലോകമിതാ ഇല്ലാതാകുന്നു. സർവനാശം കാത്തിരിക്കുന്ന അമേരിക്കയെ ഉപേക്ഷിച്ച് അവർ നാടുവിടുകയാണ്. അധികം വൈകാതെ മൂഢന്മാരുടെ സ്വർഗമായിരുന്ന അമേരിക്ക എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട പ്രേതഭൂമിയായി മാറും. നിങ്ങൾ പറയൂ, എന്തുകൊണ്ടായിരിക്കും അമേരിക്കക്കാർ അമേരിക്കയെ ഉപേക്ഷിച്ചു പോകുന്നത്? നിങ്ങളുടെ ഉത്തരം എന്തു തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തണേ. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ലോകത്തിന്റെ നെറുകയിൽ സിംഹാസനമിട്ട് അവിടെയാണ് താൻ ഇരിക്കുന്നത് എന്ന അഹങ്കാരത്തിന് മുകളിൽ നിന്നാണ് ട്രംപ് ഇപ്പോൾ സംസാരിക്കുന്നത് മുഴുവനും. അമേരിക്കയിലേക്ക് ലോകത്തെ മുഴുവൻ കോടീശ്വരന്മാരെയും ബിസിനസ് പ്രഭുക്കളെയും സ്വാഗതം ചെയ്യുന്ന തിരക്കിൽ തന്നെ വിജയിപ്പിച്ച് അമേരിക്കയുടെ അമരക്കാരനാക്കിയ ജനങ്ങളെ അയാൾ വിസ്മരിച്ചു. അവർക്ക് വേണ്ടതൊന്നും കൊടുത്തില്ല. നന്ദി പണത്തോടും കൂറ് അതുള്ളവനോടും മാത്രമായിരുന്നു. അമേരിക്കയുടെ സിംഹാസനം തനിക്ക് തരാൻ വേണ്ടി പണം ചെലവഴിച്ച ശതകോടീശ്വരനായ ഇലോൺ മസ്കിന് തന്റെ ഭരണത്തിൽ പ്രധാന വേഷം തന്നെ നൽകി. ഭരിക്കുന്നത് ട്രംപ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളെയൊക്കെ തന്നെ മുൾമുനയിൽ നിർത്താൻ ശ്രമിച്ചു. താരിഫ് വർധനവ് എന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. താരിഫ് യുദ്ധം നടത്തി അമേരിക്കയിൽ വലിയ ലാഭമുണ്ടാക്കുമെന്ന് പറഞ്ഞ് ഒടുവിൽ ഓഹരി വിപണി ഇടിയുന്നത് ജനങ്ങൾ നോക്കി നിൽക്കേണ്ടി വന്നു. ഒടുവിൽ എന്തായി? ഇമാതിരി പണിയെടുക്കാനാണ് അവിടെ കയറിയിരിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ ജനങ്ങൾ തന്നെ പറയേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. ലോക സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ധൃതി കൂട്ടി. ഗാസാമുഖത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ് ഗാസയിൽ വീണ്ടും സംഘർഷത്തിന് തുടക്കം കുറിച്ചു. ലോകത്തിനും രാജ്യത്തിനും ഒരു ഗുണവുമില്ലാത്ത ഭരണാധികാരിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ട്രംപിന്റെ ഭരണവും അമേരിക്കയും മടുത്ത് അമേരിക്കക്കാർ നാടുവിടുന്നു. അവർക്ക് അമേരിക്ക മടുത്തു തുടങ്ങിയത്രേ. എന്താണ് വാർത്ത എന്നല്ലേ നമുക്ക് നോക്കാം. അമേരിക്കയിലെ ജനങ്ങൾ ട്രംപ് ഭരണത്തെ വെറുക്കുന്നു എന്നാണ് സൂചനകൾ. ബ്രിട്ടനിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ബ്രിട്ടനിലെ ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മാർച്ചിന് മുമ്പുള്ള 12 മാസങ്ങളിൽ 6000-ലധികം അമേരിക്കൻ പൗരന്മാരാണ് ബ്രിട്ടീഷ് പൗരന്മാരാകാനും രാജ്യത്ത് സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും അപേക്ഷിച്ചിരിക്കുന്നത്. 2004-ൽ ഹോം ഓഫീസ് സ്ഥാപിതമായതിനു ശേഷം ബ്രിട്ടീഷ് പൗരത്വം എടുക്കുന്നതിനുള്ള അപേക്ഷകൾ വർദ്ധിച്ചത് ഇത് ആദ്യമായാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 6618 അമേരിക്കക്കാർ ബ്രിട്ടീഷ് പൗരത്വത്തിനായി അപേക്ഷിച്ചു. കൂടുതൽ അപേക്ഷകൾ വന്നത് ജനുവരി മാർച്ച് മാസങ്ങളിലാണ്. ഏകദേശം 1900 അപേക്ഷകൾ ഈ കാലയളവിൽ ലഭിച്ചു എന്നാണ് ഹോം ഓഫീസ് വെളിപ്പെടുത്തിയത്. ഇതിൽ ഭൂരിഭാഗവും അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ടേമിന്റെ തുടക്കത്തിലായിരുന്നത്രേ. 2025-ന്റെ തുടക്കത്തിൽ അപേക്ഷകൾ വൻതോതിൽ വർദ്ധിച്ചു. ഇതേ കാലയളവിലാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കുന്നതിന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ലേബർ പാർട്ടി ഭരണകൂടം മുൻകൈയെടുക്കുന്നതും. എന്നാൽ ബ്രിട്ടനിലേക്കുള്ള അമേരിക്കൻ അപേക്ഷകളിലെ വർധനവ് രണ്ട് രാജ്യങ്ങളിലെയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധമില്ലാത്തതായിരിക്കാമെന്നാണ് നയതന്ത്രജ്ഞർ എടുത്തു പറയുന്നത്. പക്ഷേ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കില്ല. 2025-ൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നതോടെ നിരവധി അമേരിക്കക്കാർ അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയ അസ്ഥിരത, സാമൂഹിക വിഭജനങ്ങൾ, സാമ്പത്തിക അസമത്വം, ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റം എന്നിവയെ തുടർന്ന് പലരും വിദേശത്തേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പഠനം പറയുന്നത്. കാരണം അമേരിക്കയിൽ ജീവിച്ചാൽ ഇനിയുണ്ടാകാൻ പോകുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ചും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ ആക്കവും ഒക്കെ തന്നെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ അമേരിക്കക്കാരെ പ്രാപ്തരാക്കി എന്ന് പറയുന്നതിൽ യാതൊരുവിധ തർക്കവും വേണ്ട. ട്രംപിന്റെ 2ാം വരവിൽ അമേരിക്കൻ സമൂഹത്തിൽ ഭയവും അനിശ്ചിതത്വവും വർദ്ധിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2025-ൽ നടത്തിയ ഒരു സർവേ പ്രകാരം 54% അമേരിക്കക്കാർ പുതിയ ഭരണകൂടത്തെക്കുറിച്ച് വളരെ ആശങ്കപ്പെടുന്നു എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊരു അവസ്ഥ പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകൾക്കും സ്വതന്ത്രർക്കുമിടയിൽ കൂടുതൽ പ്രകടവുമാണ്. ഒരിക്കൽ ട്രംപിനെ പിന്തുണച്ചവർ തന്നെ അത് വേണ്ട എന്ന് വെക്കുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടെ അമേരിക്ക വിട്ട് എങ്ങോട്ട് പോകാം എന്ന ചോദ്യം അമേരിക്കയിലുള്ളവരുടെ ഇടയിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ടെന്നും പഠനം പറയുന്നു. ഈ ചോദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തവരുടെ എണ്ണം
514% വർദ്ധിച്ചത്. 2025-ൽ ബ്രിട്ടീഷ് പൗരത്വത്തിനുള്ള അപേക്ഷകൾ റെക്കോർഡിലേക്ക് കടക്കുകയാണ്. പണക്കാർക്ക് അമേരിക്കൻ പൗരത്വം വാഗ്ദാനം ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇതൊന്നും അറിയുന്നുണ്ടാകില്ല. മുൻ വർഷത്തെ അപേക്ഷിച്ച് 12% വർധനവാണ് രേഖപ്പെടുത്തിയത് എന്ന് പറയുമ്പോഴാണ് അമേരിക്കക്കാർക്ക് അമേരിക്ക വേണ്ട എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നത്. ട്രംപ് ഭരണകൂടം ശാസ്ത്ര ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും നൽകിയ മുറിവുകൾ നിരവധി ശാസ്ത്രജ്ഞരെ വിദേശത്തേക്ക് മാറാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നാസയുടെ ശാസ്ത്ര വിഭാഗത്തിന് 50% ബജറ്റ് കട്ട് നേരിട്ടപ്പോൾ നാഷണൽ സയൻസ് ഫൗണ്ടേഷന് 56% കട്ടാണ് നേരിടേണ്ടി വന്നത്. ഫ്രാൻസ്, ജർമ്മനി, ചൈന, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ശാസ്ത്രജ്ഞരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. നാഴികയ്ക്ക് 40 വട്ടം ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അമേരിക്കൻ മികവിനെക്കുറിച്ച് സംസാരിക്കുന്ന ട്രംപ് മനസ്സിലാക്കുന്നില്ല, അത്രത്തോളം സംഭാവന നൽകിയിരുന്നവരെയും അവിടുത്തെ ശാസ്ത്ര കുതകികളെയും നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന യാഥാർത്ഥ്യം. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല, സാമൂഹിക പരിഷ്കാരങ്ങളും അമേരിക്കയെ കൂടുതൽ പിന്നോട്ടടിപ്പിക്കുന്ന നടപടികളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. LGBTQ സമുദായം, കുടിയേറ്റക്കാർ, ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ മേൽ ട്രംപ് ഭരണകൂടം കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനാധിപത്യ രാജ്യമെന്ന് പറയുമ്പോഴും ഏകാധിപത്യത്തിന്റെ സൂചനകളാണ് ഇത്തരം നടപടിയിലൂടെ ട്രംപ് ലോകത്തിന് നൽകിയത്. ഇതൊക്കെ ചെറുതായിട്ടല്ല അമേരിക്കൻ ജനതയെ ഭയപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരം കാരണങ്ങളൊക്കെ തന്നെ അമേരിക്ക എന്ന സ്വന്തം നാട് വിട്ട് മറ്റൊരു വിദേശ രാജ്യത്തേക്ക് കുടിയേറാനാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾ സമ്പന്നർക്കായി നികുതി ഇളവുകൾ നൽകുകയും സാധാരണ ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന നടപടിയായിരുന്നു. സമ്പന്നരെ ലക്ഷ്യമാക്കി നയങ്ങൾ രൂപീകരിക്കുന്ന ട്രംപ് അവിടുത്തെ സാധാരണക്കാരെ ഒട്ടും പരിഗണിച്ചില്ലെന്ന് മാത്രവുമല്ല, അവരെ തീർത്തും അവഗണിക്കുക മാത്രമാണ് ചെയ്തത്. ജീവിത ചെലവുകൾ, ആരോഗ്യ പരിചരണ ചെലവുകൾ എന്നിവയുടെ വർധനവ് എന്നീ കാരണങ്ങളൊക്കെ തന്നെ നിരവധി അമേരിക്കക്കാർക്ക് വിദേശത്തേക്ക് താമസം മാറാൻ കൂടുതൽ പ്രേരണ നൽകുന്ന ഘടകങ്ങളായിരുന്നു. യൂറോപ്പിലെ ജീവിതശൈലി, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ ഗുണനിലവാരം അമേരിക്കക്കാർക്ക് ആകർഷണമായി. യൂറോ മോം ഫാന്റസി പോലുള്ള ആശയങ്ങൾ, ഈ ഘടകങ്ങളൊക്കെ തന്നെ അമേരിക്ക വിട്ട് യൂറോപ്പിലേക്ക് താമസം മാറാൻ അമേരിക്കക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ രണ്ടാമത്തെ കാലാവധിയിൽ അമേരിക്കക്കാർ അവരുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ആശങ്കാജലരാണ് എന്നത് സത്യമാണ്. രാഷ്ട്രീയ അസ്ഥിരത, സാമൂഹിക വിഭജനങ്ങൾ, സാമ്പത്തിക അസമത്വം, ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ ഒക്കെ വിദേശത്തേക്ക് താമസം മാറാനുള്ള ആഗ്രഹം അവർക്കിടയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ ഭാവിയെക്കുറിച്ച് ഗൗരവകരമായ ചർച്ചകൾക്ക് അടിസ്ഥാനമാണ്. ഇനി പറയുന്നത് അമേരിക്ക എന്ന മഹാരാഷ്ട്രത്തിൽ നിന്നും എന്തുകൊണ്ട് അമേരിക്കക്കാർ യൂറോപ്യൻ രാജ്യങ്ങൾ പലായനത്തിന് തിരഞ്ഞെടുക്കുന്നു എന്ന വസ്തുതയാണ്. ഒന്നാമത്തെ കാര്യം, ട്രംപ് ഭരണകൂടം ഉണ്ടാക്കിയ ഭയവും അനിശ്ചിതത്വ ബോധവും തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അമേരിക്കൻ സമൂഹത്തിൽ ഭയവും അനിശ്ചിതത്വവും വർദ്ധിക്കുകയാണ്. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം രാഷ്ട്രീയ വിഭജനങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് നേരുള്ള ഭീഷണി, സാമൂഹിക അസ്ഥിരത എന്നിവയെ തുടർന്ന് നിരവധി അമേരിക്കക്കാർ യൂറോപ്പിലേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. 2. ആരോഗ്യ പരിചരണവും സുരക്ഷയുമാണ്. അമേരിക്കയിലെ സ്വകാര്യ ആരോഗ്യ പരിചരണത്തിന്റെ ഉയർന്ന ചെലവുകൾ പലർക്കും വലിയ ഭാരമാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ മറുവശമായി യൂറോപ്പിലെ രാജ്യങ്ങൾ പൊതുമേഖലാ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വഴി കുറഞ്ഞ ചെലവിൽ ഉയർന്ന നിലവാരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നുണ്ട്. ഇത് കുടുംബങ്ങൾക്കും അതുപോലെ മുതിർന്ന പൗരന്മാർക്കും വലിയ ആശ്വാസമാണ് പ്രദാനം ചെയ്യുന്നത്. മൂന്നാമത്തത് ഉയർന്ന ജീവിത ചെലവും ഭവന വ്യവസ്ഥയുമാണ്. അമേരിക്കയിലെ ഉയർന്ന ഭവന വിലകൾ പലർക്കും സ്വന്തമായി വീട് സ്വന്തമാക്കാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ഇതിന്റെ മറുവശമായി പോർച്ചുഗൽ, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറഞ്ഞ വിലയിൽ വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നുമുണ്ട്. ഇത് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്ന നിലപാട് തന്നെയാണ്. 4. ജോലി ജീവിത സമതുലിതമാണ്. അമേരിക്കയിൽ ജോലി സമയം കൂടുതലും അവധിക്കാലം കുറവുമാണ്. ഇതിന്റെ മറുവശമായി യൂറോപ്പിൽ ജോലി ജീവിത സമതുലിതം കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത് കുടുംബത്തിനും അതുപോലെ വ്യക്തിഗത ജീവിതത്തിനും കൂടുതൽ സമയം നൽകാൻ ആളുകളെ സഹായിക്കുന്നു. 5. സാംസ്കാരിക സമൃദ്ധിയും വിദ്യാഭ്യാസവുമാണ്. യൂറോപ്പിലെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ ഭാഷകൾ എന്നിവ അമേരിക്കക്കാർക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇത് അവരുടെ വ്യക്തിത്വ വികസനത്തിനും കുട്ടികളുടെ ഭാവിക്കും ഏറെ സഹായകരവുമാണ്. 6. സാമ്പത്തിക ലക്ഷ്യങ്ങളാണ്. യൂറോപ്പിലെ ചില രാജ്യങ്ങൾ വിദേശ തൊഴിലാളികൾക്ക് നികുതി ഇളവുകൾ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് നെതർലാൻഡിൽ വിദേശ തൊഴിലാളികൾക്ക് 30% നികുതി ഇളവ് നൽകുന്നുണ്ട്. ഇത് അവരുടെ സാമ്പത്തിക ലാഭം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും രാഷ്ട്രീയ സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും കുടുംബത്തിനും വ്യക്തിഗത ജീവിതത്തിനും കൂടുതൽ സമയം നൽകുന്നതിനുമുള്ള ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുടെയും ആശങ്കയുടെയും പ്രതിഫലനം
പ്രതിഫലമാണ് ഇപ്പോൾ അമേരിക്ക വിടണമെന്ന അവരുടെ ആഗ്രഹം പോലും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? അമേരിക്ക ലോകശക്തിയാണെന്ന് അഹങ്കരിക്കുന്ന ട്രംപിന്റെ മൂക്കിന്റെ തുമ്പിലൂടെയാണ് അമേരിക്കക്കാർ ആ രാജ്യം വിട്ട് പലായനം ചെയ്ത് യൂറോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.